Hello friends, it's me Agila. Welcome back to my channel Me and Me Vlogs. അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ നാട്ടിലൊക്കെ കുറുവാ സംഘം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സേഫ് ആൻഡ് സെക്യൂർ ആയി ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതെ, കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. യാദക്കുട്ടിനാണോ അമ്മയുടെ പൊന്നാരാ പൊന്ന? യാദക്കുട്ടിന്റെ ഹെഡ് എവിടെ പൊന്ന? അംശത്താണോ? അമ്മയുടെ കുഞ്ഞാണോ? അത് നോസ് എവിടെ പൊന്ന? നോസ്. അമ്മയുടെ ഇയേഴ്സ് എവിടെ? കമ്മൽ എവിടെ? കമ്മൽ കമ്മൽ. ആ ഇതാണോ? അമ്മയുടെ ടീത്ത് എവിടെ? ടീത്ത്. ആ ഒരു ഹൈഫൈ തന്നെ കുഞ്ഞി. യാദക്കുട്ടി എങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കുക? ഫ്ലൈങ് കിസ്. ആ ടാറ്റ. ടാറ്റ എങ്ങനെ പറയാ? മോളെ മോളെ കണ്ടിട്ട് കൊറേ ആയല്ലോ. എന്തൊക്കെയാണ് വിശേഷങ്ങളെ? സുഖല്ലേ? അയ്യോ എന്താ മോളെ ഇത് മോൻ ഇങ്ങനെ ഇരിക്കണത്? ഭക്ഷണമൊന്നും കൊടുക്കണില്ലേ കഴിക്കാൻ? അയ്യോ ഇപ്പോഴും കുഞ്ഞായിട്ടാണല്ലോ. ജനിച്ചപ്പോഴേ മോൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും കാണുമ്പോൾ അതേപോലെ ഇരിക്കണത്. നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങി കൊടുത്തു നോക്കിയോക്കൂട്ടാ മോനെ. ചേച്ചി മോന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അവനിപ്പോൾ കറക്റ്റ് അവനുള്ള ഏജിനുള്ള കറക്റ്റ് വെയിറ്റ് ഉണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ മോൻ്റെ കറക്റ്റുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. കാണുമ്പോൾ ആള് തോന്നിക്കണില്ല എന്നുള്ളൂ. പക്ഷെ ഇപ്പം അവന് കറക്റ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാത്ത അമ്മമാർ ചുരുക്കമായിരിക്കും അല്ലേ? ഞാനും കുറേ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ അങ്ങനെ തോന്നിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം പറയുന്നുണ്ടാവാം. പക്ഷേ ഏതൊരമ്മയ്ക്കും അത് കേട്ട് കഴിഞ്ഞാൽ വിഷമാവും, ശരിയല്ലേ? ഇനി നമ്മൾ അതൊന്നും ആലോചിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മക്കളുടെ ഏജിനുള്ള കറക്റ്റ് വെയിറ്റ് അവർക്ക് ഇപ്പോൾ ഉണ്ടോ? അവരുടെ ഓരോ മൈൽ സ്റ്റോണിലുള്ള ആക്ടിവിറ്റീസ് അവർ കറക്റ്റായി ചെയ്യുന്നുണ്ടോ? അതെല്ലാം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റിൻ്റെ അല്ലെങ്കിൽ കാണാൻ തടിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റെസിപ്പി വേറെ ഒന്നുമല്ല. ചിലപ്പോൾ ചില കുഞ്ഞു മക്കൾ ഈ ഏജിനനുസരിച്ചൊരു വെയിറ്റ് ഗെയിൻ ചിലപ്പോൾ മേ ബി ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെയുള്ള മക്കൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഹോർലിക്സ് അല്ലെങ്കിൽ ബേബി ഹോർലിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സെർലാക്ക് പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇനി നമ്മൾ അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഹെൽത്തി പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി. എൻ്റെ മോന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നല്ലപോലെ ഒരു റിസൾട്ട് കണ്ടപ്പോൾ എന്നാൽ ഇത് ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പൗഡറിൻ്റെ റെസിപ്പി കണ്ടാലോ? പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പൗഡർ അല്ലെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുറേ തടി കാണുമ്പോൾ കുറേ തടി കാര്യങ്ങളൊന്നും തോന്നില്ല. ബട്ട് അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതേപോലെ തന്നെ കറക്റ്റ് അവർക്ക് അവരുടെ ഏജിനുള്ള ഓരോ വെയിറ്റ് ഗെയിൻ വരും. അത് 100% ഷുവറാണ്. അത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പൗഡറിന് ആവശ്യമായിട്ടുള്ള നട്ട്സുകൾ കേട്ടോ. അപ്പോൾ ഇത് പിസ്ത, ദെൻ ബദാം, കാഷ്യൂ, വാൾനട്ട്, പീനട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? അങ്ങനെ ഒന്നുമല്ല. നമുക്ക് ബേക്കറികളിലൊക്കെ ഇതെല്ലാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 50 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് 50 ഗ്രാം വെച്ചിട്ട് വാങ്ങിച്ചാൽ തന്നെ ഇത് ഓൾമോസ്റ്റ് ഒരു 1 മന്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനുള്ളത്ര ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ എടുത്തു വെച്ച ശേഷം ഒരു സ്റ്റവ് വെച്ചിട്ട് അതിൽ ചീഞ്ചട്ടി ഒരു പാൻ വെക്കുക. അത് ചൂടായ ശേഷം ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ഓരോ നട്ട്സ് ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പറ്റില്ല. അതെടുക്കണ പാത്രത്തിലായിക്കോട്ടെ നട്ട്സിലായിക്കോട്ടെ ഒന്നിലും ഒരു വാട്ടറിൻ്റെ ഒരു അംശം വരരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ നട്ട്സിനൊന്നും അധികം റേറ്റ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ബദാമൊക്കെ ആണെങ്കിൽ ഒരു 50 ഗ്രാമിന് 50 റുപ്പീസേ ഉള്ളൂ. പിസ്തയ്ക്ക് ഒരു 70 റുപ്പീസ്, പിന്നെ കാഷ്യൂ 50 റുപ്പീസ്, പീനട്ടൊക്കെ 100 ഗ്രാമിന് ഒരു 28 റുപ്പീസിലൊക്കെ നമുക്ക് കിട്ടും. വാൾനട്ട് മാത്രമാണ് കുറച്ച് എക്സ്പെൻസീവ്. എന്നാലും ഒരു 90 റുപ്പീസ് 80 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. എന്നാലും നമ്മൾ പുറമേ നിന്ന് സെർലാക്കും വേറെ പൗഡറൊക്കെ വാങ്ങണമെങ്കിൽ എത്ര റുപ്പീസ് വരും? അത്രയൊന്നും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണേ. കരിയാൻ പറ്റില്ല, എന്നാൽ ലൈറ്റ് ബ്രൗൺ കളറിൽ ആവും വേണം. അങ്ങനെ നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം.
പിന്നെ ഓരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ടാണ്. എല്ലാം കൂടി ഇട്ടാലും കുഴപ്പമില്ല, കുറച്ചും കൂടി ബെറ്റർ ഓരോന്ന് ഇടുന്നതായിരിക്കും. നമ്മൾ ആദ്യം ബദാം ഇടുക, ദെൻ വാൾനട്ട് ഇടുക, ദെൻ പിസ്ത ഇടുക, ലാസ്റ്റിലേക്ക് കാഷ്യൂ ഇടുക, ഏറ്റവും ലാസ്റ്റ് പീനട്ട് ഇടുക. അങ്ങനെ നമ്മൾ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നമ്മളത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മളത് എത്തണം. അത് എത്തിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അത് നല്ലപോലെ റൂം ടെമ്പറേച്ചറിൽ ചൂടാറാൻ വെക്കുക. ഫാനിൻ്റെ ചോട്ടിലോ വേറെ എവിടെയും വെക്കരുത്. പിന്നെ ഒന്നും കൂടെ എടുത്ത് പറയാണ്, വെള്ളത്തിൻ്റെ ഒരു അംശം അതിൽ പെടരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഒരു ഫൈൻ പൗഡർ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളതൊന്ന് പൊടിച്ചെടുക്കാൻ. കുറേ പ്രാവശ്യം അടിച്ചാൽ ഒരു ഓയിൽ കൺസിസ്റ്റൻസി വരും, അങ്ങനെ വരരുത് കേട്ടോ. ദെൻ നമ്മളൊരു നല്ല കണ്ടെയ്നർ എടുക്കുക, അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളത്തിൻ്റെ ഒരു ഇതുപോലും ഇല്ലാണ്ട് അതിലേക്ക് നമുക്കത് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതിൽ മധുരമുള്ള ഇഷ്ടമുള്ള പിള്ളേർക്കാണെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ചതും കൂടി അതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, നമുക്കങ്ങനെ സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ പൗഡർ കൊടുക്കുന്ന സമയത്ത് ആ പനങ്കൽക്കണ്ടം കൂടി ആഡ് ചെയ്യുക. ഞാനിവിടെ യാതൊരു ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഈ പൗഡർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മിൽക്കൊക്കെ കുടിക്കുന്ന പിള്ളേരാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിൽക്കിൽ നമുക്ക് കലക്കി കൊടുക്കാം. ഞാൻ യാതൊരു ജസ്റ്റ് ഇളം ചൂടുവെള്ളം എടുക്കുക, ഇളം ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഒരു പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. യാതുമോനാണെങ്കിൽ നട്ട്സ് പൊടി കഴിച്ചോളും, അവന് ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.